ജ്യൂസ് എന്താ ഉള്ളേ? ഒരു ഓറഞ്ച് ജ്യൂസും ഒരു ചിക്കൻ സാൻഡ്വിച്ചും. അല്ല ഹക്കീം സാർ അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? സോറി, ഇല്ല. സാറാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ആള്. ആണോ? സന്ദീപിന് ഗൾഫ് എക്സ്പീരിയൻസ് തീരെ ഇല്ല അല്ലേ? ഇല്ല സാർ. നാട്ടില് 3 വർഷം. അതെ. ഇമെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ വിളിക്കൂ. ഓക്കെ, ശരി സാർ. ആ എന്തായി? എടാ, എൻ്റെ ഫണ്ട് റെഡിയാന്നേ. നിന്റെ ഫണ്ട് പെട്ടെന്ന് റെഡിയാക്കണം. സമയമില്ല, വേഗം തുടങ്ങണം. നീ എപ്പാ വരുന്നേ? ആ, അടുത്താഴ്ച. ആ, അവിടെ ആളുണ്ടാ. ചൈനയിലൊക്കെ നമുക്ക് ആളില്ലേ, ഒന്നും പേടിക്കണ്ട. വന്നിട്ട് കാണാം കേട്ടാ. ഓക്കെ. നീ ഇതുവരെ പോയില്ലേ? ഇല്ല സാർ. നീ എന്താ കറിയാണ്? 2 മാസമായി സാറേ റൂം റെന്റ് കൊടുത്തിട്ട്. അവിടുന്ന് പൊക്കോളാനാ പറഞ്ഞത്. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യൂ? എന്ത് ചെയ്യാനാ, എനിക്കിവിടെ ആരും പരിചയമില്ലല്ലോ സാറേ. ആകെ ഉണ്ടായിരുന്ന ഇതായിരുന്നു പ്രതീക്ഷ, അതും പോയി കിട്ടി. ഓ, നീ ഉറപ്പിച്ചോ? എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ സാറേ. അതിന് അങ്ങനെയുള്ളവർക്കല്ലേ മുൻഗണന ഉള്ളത്. ആരാ പറഞ്ഞേ? അങ്ങനെയാണല്ലോ. എന്നാ അങ്ങനെയല്ല. കമ്പനിക്ക് ആവശ്യം നിന്നെ പോലെയുള്ളവരാ. അവർ ഇന്ന് വരും, നാളെ പോകും. നീയൊക്കെ 5-10 വർഷം കമ്പനി തന്നെ നിൽക്കും കേട്ടാ. കമ്പനി നോക്കുന്നതേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റാ. ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യും. എന്നാ നീ പോയിട്ടേ 1 മാസത്തെ വാടക കൊടുക്കും. എന്നിട്ട് അവരോട് പറഞ്ഞേക്ക് ജോലി കിട്ടിയെന്ന് കേട്ടാ. ഓക്കെ, ശരി. എന്താ പറ്റിയത്? അത് ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് പരിപാടിയായിരുന്നല്ലോ. ആദ്യം ബ്ലോക്കേഡ്, പിന്നെ കൊറോണ. ആകെ താർന്ന് തരിപ്പണായി പോയി. അയ്യോ, ആകെ ഒരു ആശ്വാസം ആർക്കും ഒന്നും കൊടുക്കാനില്ല. അതന്നെ മഹാഭാഗ്യം. ഇപ്പൊ എന്താ ചെയ്യണേ? ഇവിടെ ഒരു മെസ് ഉണ്ട്, അവിടെ സഹായമായിട്ട് കൂടിയിരിക്കുക. റൂമും ഫുഡെല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് പോകും. ചേട്ടാ നമ്പറിങ് എന്താ? 71234781. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നോക്കിച്ചിട്ടുണ്ട്. ഓ, എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്ത ഒരാൾ വേണം. ആ, എനിക്ക് വരാൻ പറ്റും? ഞാൻ വരാം. പിന്നെ കമ്പനിക്ക് ആവശ്യം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്.